ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും സഹോദരൻ ജോർജ് ജോൺ ഇൻഡോർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഓരോ ദിവസവും വേണ്ടതെല്ലാം വേണ്ടുമ്പോൾ നാഥൻ നൽകിയിടുന്നു. തിന്നു തൃപ്തനായി തീർന്ന ശേഷം നന്ദിയാൽ സ്തോത്രം പാടുമെന്നും. യേശുവേ രക്ഷകാ, എല്ലാ മോർണിംഗ് വോയിസ് ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുകയാണ്. വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണിക്കളയും. അവസാനത്തെ സഭയ്ക്കുള്ള ദൂതാണ്, ലവോദിക്യ സഭയ്ക്കുള്ള ദൂത്. ഈ ലവോദിക്യ കാലഘട്ടമെന്ന് പറയുന്നത് നാം ഇന്ന് വസിക്കുന്ന കാലഘട്ടത്തെയാണ് കാണിക്കുന്നത്. ഈ ലവോദിക്യ സഭയിൽ കാണുന്ന ഈ സ്വഭാവം ഈ 21-ാമത്തെ നൂറ്റാണ്ടിൽ കർത്താവിൻ്റെ വരവിന് തൊട്ട് മുമ്പുള്ള സഭാ കാലഘട്ടത്തെയാണ് കാണിക്കുന്നത്. ഒരു ഗുണവും ഇല്ലാത്ത ഒരു സഭയാണ് ലവോദിക്യ സഭ. ബാക്കിയുള്ള സഭകളിലൊക്കെ ഗുണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. സർദീസ് സഭയിലും നമുക്ക് കാണുന്നില്ല ഗുണമാണെന്നും. എന്നാൽ അവിടെ ഒരു ശേഷിപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു ശേഷിപ്പ് മലിനമാകാതെ ജീവിച്ചു. എന്നാൽ ഈ ലവോദിക്യ സഭയിൽ അങ്ങനെ ഒരു ശേഷിപ്പ് പോലും പറയുവാനായിട്ട് ഇല്ല. അവരുടെ സ്ഥിതി ഉഷ്ണവാനുമല്ല ശീതവാനും അല്ല. ഈ ഉഷ്ണവും ശീതവും നമ്മുടെ ആത്മീയ നിലവാരത്തെ കാണിക്കുകയാണ്. ആ ഉഷ്ണവാൻ എന്ന് പറയുന്നത് ആത്മീയ ഗോളത്തിൽ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ ശീതവാൻ എന്ന് പറയുന്നത് ആത്മീയമായിട്ട് യാതൊരു കാര്യത്തിലും താല്പര്യവുമില്ല, ഒന്നുമില്ല. അങ്ങനെ ക്രിസ്ത്യാനിത്വവും ഒരു മതമായിട്ട് മാത്രം അംഗീകരിച്ച് ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ഇരിക്കുന്ന ആ സാഹചര്യത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ അതിൻ്റെ മധ്യത്തിലുള്ളതായ കാലഘട്ടം ശീതോഷ്ണം, ലുക്വേം, ആ അവസ്ഥയെന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ഏറ്റവും കൊള്ളാകാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വെള്ളമാണ് ഈ ശീതോഷ്ണ വെള്ളം എന്ന് പറയുന്നത്. ഈ ലവോദിക്യയിൽ താമസിക്കുന്നവർക്ക് ഈ ശീതോഷ്ണ വെള്ളത്തെപ്പറ്റി വളരെ അറിവുണ്ടായിരുന്നു. കാരണം അവരുടെ ഒരു സൈഡിൽ നിന്ന് ചൂടുവെള്ളവും മറ്റൊരു സൈഡിൽ നിന്ന് തണുത്ത വെള്ളവും വന്ന്
ഈ ലവോദിക്കയിൽ അത് ഒന്നിച്ചു ചേരുമ്പോൾ അത് ചൂടാണോ അതുമല്ല, തണുപ്പാണോ അതുമല്ല, ആ ഒരു രീതിയിൽ ആയിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ചൂടുവെള്ളം നമുക്ക് ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ചൂടുവെള്ളം കുടിച്ചാൽ ചുമ കുറയും. അതുപോലെ തന്നെ ജലദോഷം വന്നാൽ അതിന് നല്ലതാണ്. വയറ്റിലെന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ തണുത്ത വെള്ളവും നമ്മളെ റിഫ്രഷ് ചെയ്യുന്നവരാണ്. നമുക്ക് ഒരു ഉന്മേഷം നൽകും. ഒരു ചൂടത്ത് നമ്മൾ വന്നതിന് ശേഷം അല്പം ഒരു തണുത്ത വെള്ളം കുടിച്ചു കഴിയുമ്പോൾ അത് ഉന്മേഷം നൽകുന്ന വെള്ളമാണ്. കർത്താവ് പറയുന്നത് നിങ്ങൾ ഒന്നുകിൽ ചൂടുള്ള അനുഭവത്തിലായിരിക്കണം, അല്ലെങ്കിൽ തണുത്ത അനുഭവത്തിൽ ആയിരിക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മധ്യത്തിൽ ഇരിക്കുന്ന ആ സാഹചര്യം അത് നല്ലതല്ല എന്ന് കർത്താവ് പറയുകയാണ്. സഭകളിൽ പ്രെയർ മീറ്റിങ്ങുകൾ ധാരാളമുണ്ട്. എന്നാൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വളരെ കുറച്ചാണ്. കുറച്ചായിട്ട് വരുന്നവർ പോലും ആ പ്രെയർ മീറ്റിങ്ങിന് വേണ്ടുന്നതായ പ്രാധാന്യമോ കർത്താവുമായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതിയോ ഇല്ലാത്ത രീതിയിലാണ് അവർ ആയിരിക്കുന്നത്. ബൈബിൾ ക്ലാസ്സുകളുണ്ട്, ഇല്ലാത്തതൊന്നുമില്ല, എല്ലാമുണ്ട്. പക്ഷേ അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവും വരുന്നില്ല. വെറുതെ പേരിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. മൂപ്പന്മാരുണ്ട്, ശുശ്രൂഷകന്മാരുണ്ട്, അത് സഭയുടെ തൂണുകളായിട്ട് ഇരിക്കുന്നവരാണ്. അവർ നല്ല സ്ഥാനം വഹിക്കേണ്ടവരാണ്. എന്നാൽ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവർ പോലും ദൈവവചനത്തിനനുസരിച്ചുള്ള ജീവിതമല്ല നയിക്കുന്നത്. ഈ ശീതോഷ്ണമെന്ന് പറയുന്നത് ലോകത്തെയും പ്രീതിപ്പെടുത്തുവാൻ പരിശ്രമിക്കും, അതുപോലെ തന്നെ ദൈവത്തെയും പ്രീതിപ്പെടുത്തുവാൻ പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കും. നമുക്കറിയാം കർത്താവ് തന്നെ പറയുന്നുണ്ട്, ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഒന്നുകിൽ ദൈവത്തെ സ്നേഹിക്കുക, അല്ലെങ്കിൽ മാമോനെ സ്നേഹിക്കുക. ഒന്നുകിൽ ദൈവത്തെ കൈവിടുക, അല്ലെങ്കിൽ മാമോനെ കൈവിടുക. രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയില്ല. ലോകത്തോട് സ്നേഹം കാണിക്കുന്നവന് ദൈവത്തോട് സ്നേഹം കാണിക്കുവാൻ കഴിയുകയില്ല എന്ന് അപ്പോസ്തലനായ യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് തൻ്റെ ലേഖനത്തിൽ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പറയുകയാണ്, നീ ഒന്നിനും ഗുണമില്ലാത്തവനായിട്ട്, നീ ഒന്നിനും യാതൊരു പ്രയോജനവും ഇല്ലാത്തവനായതുകൊണ്ട് ഞാൻ എന്തു ചെയ്യുമെന്നാണ് പറയുന്നത്, ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും. ഈ ശീതോഷ്ണമായ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അസ്വസ്ഥതകളുണ്ടാകും, രോഗങ്ങളുണ്ടാകും. ചിലപ്പോൾ ലൂസ് മോഷനൊക്കെ ഉണ്ടാക്കുവാനായിട്ടുള്ളതായ സാധ്യതകൾ ധാരാളം ഉണ്ട്. നാം ഈ രീതിയിൽ ജീവിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രയോജനമല്ല, പിന്നെയോ ദൈവത്തിന് അപ്രയോജനമായ രീതിയിലും ദൈവസഭയ്ക്ക് പ്രയോജനമല്ലാതെ അപ്രയോജനമാകുന്ന രീതിയിലുമാണ് നമ്മുടെ ജീവിതം. പ്രിയ വിശ്വാസികളെ, നാം നമ്മെ ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കുക. കർത്താവ് ഇന്ന് നമ്മുടെ സഭകളെ നോക്കിക്കൊണ്ട്, വ്യക്തികളെ നോക്കിക്കൊണ്ട്, കുടുംബത്തെ നോക്കിക്കൊണ്ട് ഈ ലവോദിക്യ സഭയോട് പറഞ്ഞതുപോലെയുള്ളതായ വാക്കുകളാണോ നമ്മളോട് പറയുവാനായിട്ട് സാധിക്കുന്നത്? അങ്ങനെയുള്ളതൊരവസ്ഥയാണെങ്കിൽ അതിൽ നിന്ന് നാം മനസാന്തരപ്പെട്ട് ദൈവത്തെ പൂർണ്ണമായും പ്രസാദിപ്പിച്ചുകൊണ്ട് ഒരു ഉഷ്ണവാനായിരിക്കുന്ന അവസ്ഥയിൽ, ആത്മീയ ഉഷ്ണവാനായിരിക്കുന്ന അനുഭവത്തിൽ നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ വലിയവനായ ദൈവം ഈ വചനം മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.